എന്തുകൊണ്ടെന്നാൽ എന്താണ് ആ പ്രവാചകനെ ഞാൻ പറയട്ടെ, 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പലസ്തീനിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിച്ച മഹാനായ ആ പ്രവാചകനെ എന്താണ് വിളിച്ചത് എന്ന് അറിയാൻ ഇന്ന് ചരിത്രപരമായ രേഖകളൊന്നും തന്നെയില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സംസാരിച്ചത് അരാമിക് ഭാഷയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മതപരമായ ഭാഷ, അങ്ങനെ പറയണമല്ലോ, യഹൂദന്മാരുടെ ഭാഷ ഹീബ്രു ഭാഷയായിരുന്നു. ഹീബ്രുവിലോ അരാമിക്കിലോ യേശുവിൻ്റെ, നമ്മൾ യേശു എന്ന് വിളിക്കുന്ന മഹാപുരുഷന്റെ ഒരു ശബ്ദവും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളോ, അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നോ, അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നോ, മറ്റുള്ളവർ അദ്ദേഹത്തെ എന്ത് വിളിച്ചു എന്നോ വരെ ആ ഭാഷയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആ ഭാഷകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിലെ ഏറ്റവും പുരാതനമായ മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയ സുവിശേഷങ്ങളിൽ ഗ്രീക്കിൽ ഈസോസ് എന്നാണ്. ഈസോസ് എന്ന് ഗ്രീക്കിൽ വിളിച്ചിട്ടുണ്ട്. ഈസോസ് എന്ന ഗ്രീക്കിലുള്ള ശബ്ദം പിൽക്കാലഘട്ടത്തിലെ ക്രൈസ്തവർ അതിന് തത്തുല്യമായ, ഈസോസിന് തത്തുല്യമായ പഴയ നിയമത്തിലെ ഏത് ശബ്ദമാണുള്ളത് എന്ന് അന്വേഷിച്ചതിന്റെ ഫലമായിട്ടാണ് യേശു എന്ന ശബ്ദം അവരുണ്ടാക്കിയത്. യേശു എന്നത് യഹോവ ഷു എന്നാണ്, എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ യഹോ ഷു എന്നതിന്റെ എന്നാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ, എന്ന് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ നിന്നുള്ള വിമോചനം, ദൈവത്തിന്റെ രക്ഷ എന്നാണ് യേശു എന്ന ശബ്ദത്തിന് അർത്ഥമെന്ന് പിൽക്കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ യേശു എന്നാണോ, യഹോഷു എന്നാണോ, അല്ലെങ്കിൽ യോശുവ എന്നാണോ, യഹോശുവ എന്നാണോ അദ്ദേഹത്തെ വിളിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് ഇന്ന് രേഖകളൊന്നുമില്ല. ഈ വിഷയത്തിൽ 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ വിമോചകനെ, അങ്ങനെ തന്നെ പറയട്ടെ, ആ വിമോചകനെ, പ്രവാചകനായ വിമോചകനെ എന്ത് വിളിക്കണം എന്ന വിഷയത്തിൽ ഏറ്റവും അധികം തർക്കം നടക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലല്ല, ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ തന്നെയാണ്. ക്രൈസ്തവ വിഭാഗങ്ങളിൽ തന്നെ പെട്ട യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന മെസായണിക് ജ്യൂസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അവർ വാദിക്കുന്നത് എന്താണോ അക്കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ വിളിച്ചത് ആ പേര് കൊണ്ട് തന്നെ വിളിക്കപ്പെടണമെന്നാണ്. അതനുസരിച്ചാണ് അവരുടെ ഗവേഷണങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞ പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു പ്രവാചകന്റെ പേര് യോശുവ. ആ യോശുവ എന്ന ശബ്ദം ഉണ്ടായിട്ടുള്ളത് യഹോവ അല്ലെങ്കിൽ യഹോശുവ എന്നതിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുതന്നെയായിരിക്കും യേശുവിൻ്റെയും പേര് എന്ന് വിചാരിച്ചു കൊണ്ടാണ് യേശു എന്ന ശബ്ദം ആണ് യേശുവിനെ വിളിക്കാൻ ഉപയോഗിച്ചത് എന്ന സങ്കല്പത്തിലെത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈസ എന്ന ശബ്ദം അറബിയിലുള്ള ശബ്ദമല്ല. പരിശുദ്ധ ഖുർആൻ പൂർവ്വ പ്രവാചകന്മാരുടെ പേരുകളെ ഏതെങ്കിലും അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മോശ പ്രവാചകനെ പരിശുദ്ധ ഖുർആൻ മൂസ എന്ന് വിളിക്കുന്നു. മോശ ഒരു അറബി ശബ്ദമല്ല, ഹീബ്രു ശബ്ദമാണ്. ആ മോശ പ്രവാചകനെ അറബിയിലാകുമ്പോൾ അദ്ദേഹത്തെ മൂസ എന്ന് വിളിച്ചു. അറബി ലിപ്യന്തരണം അഥവാ ട്രാൻസ്ലിറ്ററേഷൻ ആണത്. അത് അറബിയിലെ ശുദ്ധ ശബ്ദമല്ല, ശുദ്ധ പദമല്ല. ഇതേപോലെ ഈസ എന്നത് അറബിയിലെ ശുദ്ധ പദമല്ല. മറിച്ച് അന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്താണോ വിളിച്ചത് അതിന്റെ അറബി ലിപ്യന്തരണമാണ്, അറബി ട്രാൻസ്ലിറ്ററേഷനാണ്. അറബിയിൽ ഞാൻ സൂചിപ്പിച്ചു, ഇന്ന് ലഭ്യമായ പുരാതനമായ കയ്യെഴുത്ത് രേഖകൾ ഗ്രീക്ക് ഭാഷയിലാണുള്ളത്.
ഗ്രീക്കിൽ പറയുന്നത് ഈസോസ് എന്നാണ്. ഈസോസ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോങ്ങിന്റെ ഗ്രീക്ക് ഭാഷയിൽ ഇംഗ്ലീഷിലുമുള്ള ബൈബിളുകളെ താരതമ്യം ചെയ്ത് കോൺകോഡൻസ്, ഏറ്റവും പൂർവമായി ഏറ്റവും പുരാതനമായി എന്താണ് യഥാർത്ഥത്തിൽ പറയപ്പെട്ടത് എന്ന് നോക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നതാണ് സ്ട്രോങ്ങിന്റെ കോൺകോഡൻസ്, അഥവാ ഗ്രീക്ക് ഭാഷയിൽ എന്താണ് ഓരോ ശബ്ദവുമെന്ന്. ആ സ്ട്രോങ്ങിന്റെ കോൺകോഡൻസിൽ ജീസസിന് തുല്യമായ ഗ്രീക്ക് ശബ്ദം എന്താണ് ഉപയോഗിച്ചത് എന്നും അതിന്റെ ശബ്ദം എന്താണ് എന്നും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈസോസ് എന്നാണ്. ഈസോസ് എന്ന ഗ്രീക്ക് ശബ്ദത്തിന് തുല്യമായ ശബ്ദധ്യരണം തന്നെയാണ്, ലിപ്യന്തരണം തന്നെയാണ് ഈസ. എന്താണ് ഹീബ്രുവിൽ അദ്ദേഹത്തെ വിളിച്ചത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തിന്റെ കരുതൽ ശരിയല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയ സഹോദരൻ എം അക്ബറിന് മുമ്പോട്ട് വെക്കാനുള്ള വാദം. ഇവിടെ എം അക്ബറിന് മറുപടി പറയുമ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, എം അക്ബർ സ്വയം നിഷേധമാണ് നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എം അക്ബറിന് മറുപടി എം അക്ബറുടെ വാദത്തിൽ തന്നെയുണ്ട്. വ്യക്തമാക്കാം. എം അക്ബർ പറഞ്ഞു, ആ മഹാനായ പ്രവാചകൻ, ആ മഹാനായ വിമോചകൻ എവിടെ നിന്നാണാവോ അദ്ദേഹം മഹാനാണെന്നും വിമോചകനാണെന്നും അന്തരീക്ഷത്തിൽ എഴുതി വെച്ചത് എം അക്ബർ വായിച്ചതാണോ? അല്ലല്ലോ. ഇനി അറബിക്കിൽ നിന്ന് വായിച്ചതല്ല. കാരണം എം അക്ബർ പറഞ്ഞു, ഞങ്ങൾ ഗ്രീക്കിൽ നിന്ന് എടുത്തതാണ്. മോശയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. അത് മറ്റ് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന പ്രചാരത്തിലിരുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെടുത്ത് എഴുതിയതാണ് എന്നുള്ള കോപ്പിയാണ്, പകർത്തിയതാണ് എന്ന് സ്വാഭാവികമായും എം അക്ബർ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പം അവൻ മഹാനായ പ്രവാചകൻ, മഹാനായ വിമോചകൻ എന്ന് അടിവരയിട്ട് എം അക്ബർ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നുണ്ടായി? വന്നിട്ട് പറയുകയാണ്, ഒരു രേഖയും ലഭ്യമല്ലായിരുന്നു. അപ്പോൾ ഒരു രേഖയും ലഭ്യമല്ലാതിരുന്നെങ്കിൽ എവിടുന്നാണ് ഇവൻ മഹാനാണെന്നും വിമോചകനാണെന്നും എം അക്ബർ പറഞ്ഞത്? അപ്പോൾ എവിടെയോ രേഖയുണ്ടായിരുന്നു. ആ രേഖ അറബിക്കിലല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എവിടുന്നാ? അവർ പറഞ്ഞു ഗ്രീക്കിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എം അക്ബർ സഹോദരൻ നടത്തുന്നത് ഒരു വിഡ്ഢിവേഷം കെട്ടുകയാണ്. എം അക്ബർ സഹോദരൻ സ്വയം പൊട്ടൻ കളിക്കുകയും മറ്റുള്ളവരെ പൊട്ടനാക്കുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്? കാരണം ഒരിടത്തും ലഭ്യമല്ലായിരുന്നു എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഗ്രീക്കിൽ കിട്ടുമായിരുന്നു, അവിടുന്ന് ഞങ്ങൾ എഴുതിയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്, യേശു കർത്താവ് സംസാരിച്ച ഭാഷ ഗ്രീക്കിലല്ല. അപ്പം ഗ്രീക്കുകാർക്ക് വേറെ എവിടുന്ന് കിട്ടിയതാണല്ലോ. അപ്പം ഗ്രീക്കുകാർക്കും കിട്ടുന്ന രീതിയിലും അറബികൾക്ക് മുഹമ്മദീയർക്ക് കിട്ടുന്ന രീതിയിലും പൗരാണികമായ രേഖ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതുകൊണ്ടാണ് പറഞ്ഞത് സ്വയം പൊട്ടം കളിക്കുകയും മറ്റുള്ളവരെ പൊട്ടം കളിപ്പിക്കുകയുമല്ലേ ചെയ്യുന്നത് എന്ന വാദം. ഇനി ഈസായും യേശുവും ഒരാളാണോ എന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ തന്നെ എം അക്ബറിൻ്റെ വാദം തീർന്നു, ഇത് അവസാനിപ്പിക്കാവുന്നതാണ്. എന്നാലും അല്പം ഡീറ്റെയിലിലേക്ക് പോകുമ്പോൾ ഈസായും യേശുവും ഒരാളാണോ എന്ന് പരിശോധിക്കുമ്പോൾ ഖുറാനിലും ബൈബിളിലുമുള്ള ഈസായുടെയും യേശുവിൻ്റെയും വിവരണങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഈ വിവരണങ്ങളിൽ എവിടെയെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 800 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ഗ്രീക്കിൽ നിന്ന് എഴുതിയതാണെന്ന് സമ്മതിച്ചിരിക്കുന്നത് കൊണ്ടും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു കർത്താവിൽ നിന്ന് വ്യത്യസ്തമായ വിവരണം ഖുറാനിലെ വ്യാജ കഥാപാത്രമായിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന ഈസാ മസീഹിനുണ്ടെങ്കിൽ ഖുറാനിലെ വിവരണങ്ങൾ വ്യാജവും മനുഷ്യ കൈകടത്തലുകൾ നടന്നതുമാണ് എന്ന് ലോകം അംഗീകരിക്കും. കാരണം ഒരു ഉദാഹരണം പറയട്ടെ, ഞാൻ മലയാളത്തിൽ ഒരാളെക്കുറിച്ചൊരു കാര്യം എഴുതുന്നു, എന്നിട്ട് ഞാൻ പറയുകയാണ് സംസ്കൃതത്തിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ ഗ്രന്ഥം ആധികാരികമല്ല. കാരണം സംസ്കൃതത്തിൽ നിന്ന് എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ വിവരണത്തിലും യേശു കർത്താവിൻ്റെ വിവരണത്തിലും ഖുറാനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഇത് അറബിക്കിലുള്ളതല്ലാത്തതുകൊണ്ടും സ്വാഭാവികമായും അതിന് ആധികാരികതയില്ല. ഇനി വിവരണങ്ങളിലേക്ക് വരും. നമുക്കിങ്ങനെയാണ് ഖുറാനിലെ ഈസ അൽ മസിഹിനെ നമുക്കിങ്ങനെ കാണാം. 43-ാം അധ്യായത്തിൻ്റെ 61-ാം വാക്യമനുസരിച്ച്, 43-ന്റെ 61 അനുസരിച്ച് അന്ത്യകാല വിധികർത്താവും ജസ്റ്റ് റൂളറുമാണ് ഈസ. അന്ത്യകാല വിധികർത്താവും ജസ്റ്റ് റൂളറുമാണ് ഈസ. അതിന് തെളിവായിട്ട്
ഇബിൻ കതീർ വോളിയം നമ്പർ 8 പേജ് 654 ഈ ഖുറാൻ 43-61 വ്യാഖ്യാനമുണ്ട്. ഈസാ അൽ മസിഹ് അന്തിവിധിയാളനും രാജാവുമാണ്, ജസ്റ്റ് റൂളർ ആൻഡ് കിങ്. സഹീൽ ബുക്കാരി 3447 നമ്പർ ഹദീസിലും ഇതിന് വ്യാഖ്യാനമുണ്ട്. ഇനി ഈസാ അൽ മസിഹ് മരിച്ചിട്ടില്ല എന്ന് ഖുറാൻ 5-ാം അധ്യായത്തിൻ്റെ 110, 116, 4-ാം അധ്യായത്തിൻ്റെ 158 അടക്കം നിരവധി വാക്യങ്ങളിൽ ഈസാ അൽ മസിഹ് മരിച്ചിട്ടില്ല എന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നും അള്ളാഹു ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്തവനാണ് എന്നും ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അള്ളാഹു ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്തവനും വീണ്ടും വരാനിരിക്കുന്നവനും അന്ത്യകാല രാജാവും വിധികർത്താവും ഈസാ അൽ മസിഹാണ് എന്ന് 43-61, 5-110, 116, 4-158 മറ്റനേകം വാക്യങ്ങൾ. ബൈബിളിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം, സൃഷ്ടാവായ ദൈവം, രക്ഷകനായ ക്രിസ്തു, സഹായകനായ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം, സൃഷ്ടാവായ ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളും യേശു കർത്താവും ചെയ്യുന്നു. ജീവൻ കൊടുക്കുകയും സുഖപ്പെടുത്തുകയും പാപം മോചിപ്പിക്കുകയും എല്ലാ പ്രവൃത്തികളും യേശു കർത്താവും ചെയ്യുന്നു. അപ്പോൾ ബൈബിളിലെ പിതാവായ സൃഷ്ടാവായ ദൈവവും യേശു കർത്താവും ഒരാൾ തന്നെയാണ്. ഖുറാനിലെ ഈസാ അൽ മസിഹും അള്ളാഹുവും തത്വത്തിൽ ഒരാൾ തന്നെയാണ്. ഇതാണ് ഖുറാൻ്റെ വിവരണം അനുസരിച്ച് വരുന്നത്. അല്ലെങ്കിൽ ഖുറാനെ കൊണ്ട് കള്ളം പറയുന്നവരാകും മുഹമ്മദിയർ നിഷേധിച്ചാൽ. ഇനി ഖുറാൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ഡീറ്റെയിലേക്ക് വരുമ്പം ഖുറാൻ അനുസരിച്ച് ഈ അള്ളാഹുവിന് തുല്യമായ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതായ ഈസാ അൽ മസിഹ്, മരണമില്ലാത്തവനും വീണ്ടും വരാനിരിക്കുന്നവനുമായ ഈസാ അൽ മസിഹ് വെറും ദൂതൻ മാത്രമാണെന്നാണ് ഖുറാൻ പറയുന്നത്. അപ്പം വെറും ദൂതനാക്കി, മനുഷ്യനാക്കി ഈസാ അൽ മസിഹിനെ തരം താഴ്ത്തുകയാണ്. എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ അങ്ങനെയില്ല. ഇതാണ് വ്യത്യാസം. ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇസ്ലാമിക ലോകത്തോട്. ഇന്ത്യയുടെ നോട്ട് വ്യാജ പതിപ്പ് പാകിസ്ഥാൻ ഇറക്കാറുണ്ട്, ഒരേപോലെ ഇരിക്കും. കള്ളനോട്ട്, പാകിസ്ഥാൻ ഇറക്കുന്ന കള്ളനോട്ട് പക്ഷേ ഒരേപോലെ ഇരിക്കുന്നു. മാത്രവുമല്ല, പ്രത്യേക പരിശീലനം കിട്ടിയവർക്കും ബാങ്ക് ജീവനക്കാർക്കും അല്ലാതെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പോലും കള്ളനോട്ട് ഇറക്കാൻ കള്ളന്മാർക്കറിയാം. അപ്പോൾ ഒരേപോലെ ഇരിക്കും. പ്രത്യക്ഷത്തിൽ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റിയല്ല എന്നോർത്തുകൊണ്ട് കള്ളൻ നല്ലവനാകുന്നില്ല, വ്യാജൻ ഒറിജിനലാവില്ല. വ്യാജൻ തന്നെയാണ്. അതുകൊണ്ട് ഗ്രീക്കിൽ നിന്ന് എടുത്തെഴുതി ഉണ്ടാക്കിയതും മുഹമ്മദിന് അള്ളാഹുവിനൊപ്പം തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ഈസാ അൽ മസിഹിനെ വെറും ദൂതനാക്കി തരം താഴ്ത്തിയതാണ് എന്നുള്ള വാദം നിലനിൽക്കുന്നതാണ്. ഇതിന് മറുവാദം ഉന്നയിക്കാൻ ഇസ്ലാമിക ലോകത്ത് ആർക്കും സാധിക്കുകയില്ല, ഒരാൾക്ക് പോലും സാധിക്കുകയില്ല. സാധിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെയും ഖുർആനെയും നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബൈബിളിലെ യേശുവാണ് ശരി, ഖുറാനിലെ ഈസാ അല്ല ശരി എന്നുള്ളതാണ്. ഇനി മുമ്പോട്ട് വരുമ്പോൾ ഈസാ അൽ മസിഹിൻ്റെ അനുയായി, ഖുറാനിലെ ഈസാ അൽ മസിഹിൻ്റെ അനുയായികളുടെ പ്രത്യേകത എന്താണ്? 3-ാം അധ്യായത്തിൻ്റെ 55-ഉം 61-14 ഈ 2 വാക്യങ്ങൾ അനുസരിച്ച് ജസ്റ്റ് 2 പറഞ്ഞു പോവുകയാണ്. എല്ലാ കാലത്തേക്കും ഇഹത്തിലും പരത്തിലും ഏറ്റവും ശ്രേഷ്ഠർ ഈസാ അൽ മസിഹിൻ്റെ അനുയായികളാണ്. അപ്പോൾ ഇവിടെ യേശു കർത്താവിനെ അനുഗമിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ രണ്ടും സാമ്യം ഒരേപോലെ പോവുകയാണ്, ദൂതൻ എന്ന പ്രയോഗം ഒഴികെ. അപ്പോൾ ദൂതൻ എന്ന ഈ പ്രയോഗം മുഹമ്മദ് കൊണ്ടുവന്നതാണ് എന്നുള്ളതിന് ഖുറാനിൽ നിന്ന് തന്നെ തെളിവ് തരാം. എന്താണെന്നല്ലേ പറഞ്ഞു കേട്ടുള്ളൂ. ഖുറാൻ 3-ാം അധ്യായത്തിൻ്റെ 185 അനുസരിച്ചും അതോടൊപ്പം തന്നെ 21-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ പരിശോധിച്ച് നോക്കാൻ ഇസ്ലാമിക ലോകത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്, എല്ലാ ദേഹവും മരിക്കും. ഇസ്ലാമിക ലോകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഖുറാനിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. എല്ലാ ദേഹവും മരിക്കും. 4-158 ഈസാ അൽ മസിഹ് മരിച്ചിട്ടില്ല. നീയും മരിക്കും, അവരും മരിക്കും. 39-30 ഈസാ അൽ മസിഹ് മരിച്ചിട്ടില്ല. 4-158 43-61 അവൻ വീണ്ടും വരും. ഇനി ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഒരു മനുഷ്യനും ഞാൻ അനശ്വരത നൽകിയിട്ടില്ല. സോ നീ മരിച്ചെങ്കിൽ എന്ത്?
നന്മതിന്മകൾ നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ്, അന്ത്യവിധി നാളിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും. അപ്പോൾ നന്മതിന്മകൾ നൽകി പരീക്ഷിക്കപ്പെട്ടവനും മരിക്കുന്നവനും അന്ത്യവിധി കാത്തു കഴിയുന്നവനുമായ മുഹമ്മദ് എങ്ങനെ അള്ളാഹുവിന് തുല്യനായ ഈസാ അൽ മസിഹിന് ബദലായി മുകളിൽ തന്നെ പ്രതിഷ്ഠിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈസാ അൽ മസിഹ് എന്ന് പറയുന്നത് വ്യാജനാണ് എന്ന് ഞാൻ പറയാൻ കാരണം. വെറുതെ പറയുകയല്ല, ഇതെല്ലാം ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ഖുറാൻ എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രന്ഥത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിഷേധിക്കും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എം അക്ബർ സഹോദരൻ യേശു കർത്താവാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൈകാതെ തന്നെ തൻ്റെ അന്വേഷണം യേശുവിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സത്യസന്ധമാണെങ്കിൽ, തക്കിയ അല്ലെങ്കിൽ. ഇനി നോക്കിക്കോളൂ, ഖുറാൻ 40-ാം അധ്യായത്തിൻ്റെ 55-ഉം 23-ാം അധ്യായത്തിൻ്റെ 118-ഉം 46-ാം അധ്യായത്തിൻ്റെ 9-ഉം അനുസരിച്ച്, ഒന്നുകൂടെ പറയാം, 40-ൻ്റെ 55, 23-ൻ്റെ 118, 46-ൻ്റെ 9 ഇതനുസരിച്ച് പാപത്തിന് മാപ്പ് നേടേണ്ടവനാണ് മുഹമ്മദ്. രാവിലെയും വൈകുന്നേരവും മാപ്പ് തേടുകയും കരുണയ്ക്ക് വേണ്ടിയും പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ട വെറും സാധാരണക്കാരനായ മനുഷ്യനാണ് മുഹമ്മദ് എന്ന് പഠിപ്പിക്കുന്നു. ആ മുഹമ്മദ് എങ്ങനെയാണ് ഷഹാദത്ത് കലിമയിൽ അള്ളാഹുവിനൊപ്പം സ്ഥാനം പിടിച്ചത്? മുഹമ്മദീയരുടെ ആരാധനാ കേന്ദ്രമായി മതനിന്ദയും പ്രവാചക നിന്ദയും, അള്ളാഹു നിന്ന ഇല്ലെന്ന് ഓർക്കണം. അള്ളാഹുവിൻ്റെ മുകളിലാണ് മുഹമ്മദ്, അള്ളാഹു നിന്നയില്ല. ഈ പ്രവാചക നിന്നയിലൂടെ അള്ളാഹുവിൻ്റെ ഒപ്പമോ അള്ളാഹുവിന് മുകളിലോ മുഹമ്മദ് എങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ചു? ഈസാ അൽ മസീഹിനെ ദൂതനാക്കി മാറ്റിയതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് ഇസ്ലാമിക ലോകത്തിന് മനസ്സിലായെന്ന് കരുതുകയാണ്. അപ്പം 40-ൻ്റെ 55-ഉം 23-ൻ്റെ 118-ഉം 46-ൻ്റെ 9-ഉം അനുസരിച്ച് തനിക്കും തൻ്റെ അനുയായികൾക്കും എന്തു പറ്റുമെന്ന് പറയാൻ അധികാരമില്ലാത്തവനും ആളല്ലാത്തവനും പാപത്തിന് മാപ്പ് തേടേണ്ടവനും പൊറുതി ചോദിച്ച് പ്രാർത്ഥിക്കേണ്ടവനും അള്ളാഹുവിനെ സ്തുതിക്കേണ്ടവനും മലക്കിറങ്ങി വരാത്തവനും അടയാളങ്ങളില്ലാത്തവനും ആണ് മുഹമ്മദ് എന്ന് ഖുറാനിൽ അനവധി വാക്യങ്ങളിലൂടെ ആവർത്തിച്ച് പറയുകയാണ്. ഈ വ്യക്തിയുടെ മേൽ എങ്ങനെ പ്രവാചക നിന്ന് സ്ഥാപിച്ചെടുത്തു? ഈ വ്യക്തി എങ്ങനെ ഈസാ അൽ മസീഹിൻ്റെ മുകളിലേക്ക് എത്തി? അപ്പോൾ ഇത്തരം അനുയായികൾക്ക് എന്തു പറ്റുമെന്ന് പറയാൻ കഴിവില്ലാത്തവനും പാപമോചനം തേടേണ്ടവനും അന്ത്യവിധി കാത്ത് കഴിയുന്നവനും ഇപ്പോഴും കഴിയുകയാണ്. അദ്ദേഹം അന്ത്യവിധി കാത്ത് കഴിയുകയാണ്. അപ്പം തന്നെ രക്ഷിക്കുവാനും തൻ്റെ വിധി എന്തെന്ന് പറയാൻ അറിയില്ലാത്തവനുമാണ് മറ്റുള്ളവരെ രക്ഷിക്കുന്നു. വിരോധാഭാസമല്ലേ? അതുകൊണ്ട് എം അക്ബർ സ്വയം വിഡ്ഢിയാവുകയല്ലേ? ഇവിടെയാണ് പറഞ്ഞത് ബൈബിളിലെ യേശുവാണ് ഒറിജിനൽ, മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ കാരണം ഈ രണ്ട് വാദങ്ങളാണ്. ഈ വാദം ഉയർത്തിയ വ്യക്തിക്ക് യാതൊരു ക്രെഡിബിലിറ്റിയുമില്ല എന്നും ഞങ്ങൾ പ്രവാചകർക്കിടയിൽ തിരിച്ചുവ്യത്യാസം കാണിക്കുകയില്ല എന്ന് ആണയിട്ട് പറയുകയും പ്രവാചകൻ നിന്ന് സ്ഥാപിച്ചെടുക്കുകയും അള്ളാഹുവിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും തൻ്റെ അനുയായികൾക്ക് എന്തു പറ്റുമെന്ന് പറയാൻ ആളല്ലാത്തവനും പാപമോചനം നേടേണ്ടവനും അന്ത്യവിധി കാത്ത് കഴിയുന്നവനും മരണത്തെ അതിജീവിക്കാൻ കഴിയാത്തവനുമായ മുഹമ്മദ് അന്ത്യവിധിയാളനും പാപം ചെയ്യാത്തവനും അള്ളാഹുവിന് തുല്യമായ എല്ലാ പ്രവൃത്തികളും ചെയ്തവനുമായ ഈസാ അൽ മസീഹിൻ്റെ മുകളിലേക്ക് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ടും അത്തരമൊരു ഗ്രന്ഥത്തിൽ നിന്ന് എം അക്ബർ വാദങ്ങൾ ഉയർത്തുന്നത് കൊണ്ടും അടിസ്ഥാനരഹിതവും തന്നെ നിഷേധിക്കുന്നതും വൈരുദ്ധ്യം നിറഞ്ഞതുമായ ഒരു ഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളെ വിമർശിക്കുന്നത് കൊണ്ടും ബൈബിളിനെ വിമർശിക്കുന്നത് കൊണ്ടും എം അക്ബറിൻ്റെ വാദം മുഖവിലയ്ക്ക് പോലും എടുക്കാതെ തള്ളിക്കളയേണ്ടതാണ് എന്നും എം അക്ബർ അടിയന്തരമായി മനസ്സിരുത്തി വിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുകയും ഈ വ്യാജ കഥാപാത്രത്തിൽ നിന്ന് ഒറിജിനലിലേക്ക് വന്ന് ദൈവത്തെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുകയുമാണ്. എം അക്ബറിൻ്റെ ദൈവാന്വേഷണം സത്യസന്ധമാണ് എങ്കിൽ, എം അക്ബറിൻ്റെ മാത്രമല്ല ഇസ്ലാമിക ലോകത്തിൻ്റെ ദൈവാന്വേഷണം സത്യസന്ധമാണ് എങ്കിൽ, ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, തന്നെ സ്നേഹിക്കുക. ഇതാണ് ദൈവം വെളിപ്പെടുത്തിയതിൽ ഏറ്റവും ശ്രേഷ്ഠവും പൂർണ്ണവുമായ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിൻ്റെ ആൾരൂപമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ വെറും ദൂതനാക്കി വ്യാജനുണ്ടാക്കി വെച്ചിട്ട് എം അക്ബർ സഹോദരൻ ചോദിക്കുവാണ്, ഈശായും യേശുവും ഒരാളാണോ എന്ന്.
സഹോദര, ഈശായും യേശുവും ഒരാളായിരിക്കേണ്ടതാണ്, പക്ഷേ നിങ്ങൾ ആക്കിയില്ല. കള്ളത്തരം കാണിച്ചു. എന്തിനു വേണ്ടി? മുഹമ്മദ് എന്ന മനുഷ്യനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾ യേശുവിനെയും ഈശോയെയും രണ്ടാക്കി, ഈശായേനെയും യേശുവിനെയും രണ്ടാക്കി മാറ്റി അവിടുന്ന് ഇവിടുന്നുമൊക്കെ കോപ്പി അടിച്ചുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ സത്യം ഗ്രഹിക്കുവാൻ ഇസ്ലാമിക ലോകത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു നിർത്തുന്നു.